ഹായ്. ഷാനവാസ് പലപ്പോഴും അനുമോളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അനുമോൾക്ക് നന്ദിയില്ല, അനുമോൾക്ക് അനുമോളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അനുമോൾക്കൊരു പ്രശ്നമേ അല്ല. എടുത്തു പറയുന്നത് അനുമോൾക്ക് നന്ദിയില്ല എന്നുള്ളൊരു സംഭവമാണ് ഷാനവാസ് എപ്പോഴും പറയാറ്. പല ആൾക്കാരും ഷാനവാസിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അനുമോൾക്കെതിരെ എപ്പോഴും ഷാനവാസ് കുറ്റം പറയുന്നു എന്നുള്ള രീതി. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീ എൻട്രി വന്ന ശേഷം അനുമോളും ഈ പറയുന്ന ബിൻസിയും ചേർന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ബിൻസി അനുമോളോട് ചോദിക്കുന്നുണ്ട്, എപ്പോൾ മുതലാണ് ഷാനവാസ് നിങ്ങളോട് മിണ്ടാതായത് എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നു, ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ ശേഷമാണ് ഷാനവാസ് എന്നോട് മിണ്ടാതായത് എന്ന്. തീർച്ചയായും ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇവർ അധികം സംസാരിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഷാനവാസ് അല്ല അനുമോളോട് മിണ്ടാതായത്, അനുമോൾ തിരിച്ചാണ് മിണ്ടാതായത്. അതിനുശേഷം അനുമോൾ ബിൻസിയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ട വ്യക്തി, എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത വ്യക്തി അക്ബറായിരുന്നു. പക്ഷെ ഇയാളെ വെച്ച് നോക്കുമ്പോൾ അക്ബറെല്ലാം എത്രയോ ഭേദമാണ് എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്? ഷാനവാസ് മിണ്ടിയില്ല എങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞുതരാം. ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ റാങ്കിങ് ടാസ്ക്, അവിടെ ഷാനവാസ് അനുമോൾക്ക് റാങ്ക് കൊടുക്കുന്നു. ഒരു ഗെയിമർ എന്ന നിലയിൽ 100 മാർക്കും അനുമോൾക്ക് കൊടുക്കുന്നു. ബാക്കിയെല്ലാം 10ഉം 20ഉം മാർക്കാണ് കൊടുക്കുന്നത്. അതായത് ബാക്കിയെല്ലാം അനുമോളുടെ അഭിനയമാണ്, എല്ലാം ഗെയിമിന് വേണ്ടിയാണ് അനുമോൾ ചെയ്യുന്നത് എന്ന രീതിയിൽ. അത് അനുമോൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അനുമോൾക്ക് എല്ലാ സംഭവത്തിലും ജയിക്കണം എന്നുള്ളൊരു പിടിവാശിയുണ്ട്. തോറ്റു കൊടുക്കാൻ അനുമോൾക്ക് മനസ്സില്ല. അനുമോളുടെ തെറ്റുകൾ ആര് ചൂണ്ടിക്കാണിച്ചാലും അനുമോൾക്ക് വലിയ ദേഷ്യമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇതിനുശേഷം ഷാനവാസ് അനുമോളോടല്ല, അനുമോൾ ഷാനവാസിനോടാണ് മിണ്ടാതായത്. കാരണം തനിക്ക് വളരെ മോശപ്പെട്ട റാങ്ക് തന്നു എന്നുള്ള പേരിൽ. പക്ഷേ ഗെയിമർ എന്ന നിലയിൽ 100 മാർക്കും ഷാനവാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് അക്ബറിനേക്കാളും മോശപ്പെട്ട വ്യക്തിയാണ് ഷാനവാസ് എന്ന് അനുമോൾ പറയാനുള്ള കാര്യം ബിൻസിയോട്. അതായത് അനുമോൾക്ക് ഉള്ളിൽ നല്ല രീതിയിലുള്ള പകയുണ്ട് ഷാനവാസിനോട്. പിന്നെ ഇന്നലത്തെ വിഷയത്തിൽ അനുമോൾക്ക് വേണ്ടി ഷാനവാസ് സംസാരിച്ചില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും അതിനുള്ള ഉത്തരം ഷാനവാസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കാതിരിക്കാൻ കാരണമുണ്ട്, അവൾക്ക് ഒരു നന്ദിയില്ല, ഒരുപാട് പ്രാവശ്യം ഞാനത് അനുഭവിച്ചതാണ്. അതായത് പല കാര്യങ്ങളിലും അനുമോൾക്ക് വേണ്ടി ഷാനവാസ് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ വിഷയം അനുമോൾ മറക്കും. ഷാനവാസ് ആ വിഷയത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെടും. അപ്പോൾ അനുമോൾ ഷാനവാസിന് മൈൻഡ് ചെയ്യുക പോലുമില്ല, അവിടെ നിന്നും എസ്കേപ്പ് ആവുകയും ചെയ്യും. ഇതാണ് അനുമോളുടെ രീതി. പല സമയത്തും ഈ പറയുന്ന ഷാനവാസ് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യവും എടുത്തു നോക്കാം. പക്ഷേ ഷാനവാസിനെ കുറിച്ച് ഒരു നല്ല വാക്കോ ഷാനവാസ് അങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ലാലേട്ടൻ്റെ മുന്നിൽ പോലും പറഞ്ഞിരിക്കുന്നത് എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. അത് ഷാനവാസിന് വലിയ ദേഷ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ദേഷ്യമല്ല, വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴത്തെ കാര്യം തന്നെ എടുക്കാം. ഈ ഒരു റാങ്കിങ് ടാസ്കിന്റെ പേരിൽ അനുമോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഷാനവാസാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ബിൻസിയോട്. അപ്പോൾ ആരാണ് ശരിക്കും ഏറ്റവും വലിയ വൃത്തികെട്ട വ്യക്തി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അനുമോൾ നന്നായി കളിക്കുന്നൊരു വ്യക്തിയാണ്, ഗെയിമിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അനുമോളെ പല ആൾക്കാരും ഒറ്റപ്പെടുത്തുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഷാനവാസിന്റെ മുന്നിൽ അനുമോൾ തികഞ്ഞ പരാജയമാണ്. ഷാനവാസിന്റെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ അനുമോൾ പരാജയം തന്നെയാണ്. ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, അനുമോളെക്കുറിച്ച് പറഞ്ഞ ഓരോ കാര്യവും കറക്റ്റാണ്. അനുമോൾക്ക് നന്ദിയില്ല, അനുമോൾക്ക് അനുമോളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും അനുമോൾ ഫാൻസ് ആണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എന്നെ സംബന്ധിച്ച് സത്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഫാൻസുകാർ എന്ത് വിചാരിക്കും എന്ന് വെച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എനിക്ക് ഷാനവാസ് ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തണം എന്നാണ് ആഗ്രഹം. ഷാനവാസിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അനുമോൾ വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അനുമോൾ അവിടെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ സ്വഭാവങ്ങളെല്ലാം മോശമാണ് എങ്കിലും അനുമോൾക്ക് കപ്പടിക്കാനുള്ള യോഗ്യതയുണ്ട്. അനുമോൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.